ഏറ്റവും നല്ല കോമഡി പ്രോഗ്രാം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ 500ാമത്തെ എപ്പിസോഡ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇതാ ഇപ്പോൾ ഒരു പടി കൂടി നമ്മൾ മുകളിൽ കയറ്റി വെക്കുകയാണ് ഈ ഒരു ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡിലൂടെ. അപ്പൊ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യക്കാരില്ലാതെ നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ 3 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നസീറിക്ക, പ്രചോദേട്ട, ബിജുകടഞ്ചര, പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. ശരിക്കും ഭയങ്കര മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം, ഇത്രയും വലിയൊരു ടീമിന്റെ പാർട്ടാവാൻ പറ്റുക എന്നുള്ളതല്ലേ ഇക്ക? കാര്യം എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് 500 എപ്പിസോഡ് എത്തുക, അതിന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്, അല്ലേ പ്രചോദേ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം മികച്ച കോമഡി പ്രോഗ്രാമിൻ്റെ സംസ്ഥാന അവാർഡാണ് അത്. നമ്മുടെ പ്രോഗ്രാമിന് മാത്രമല്ല, ഏറ്റവും നല്ല ബെസ്റ്റ് കോമഡി ആർട്ടിസ്റ്റുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡുകളുടെ ഒരു പെരുമഴ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും അധികം സംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവേഴ്സിലെ ടോട്ടൽ ക്രൂസ് നമ്മൾ സമർപ്പിക്കുകയാണ്. കാര്യം ഒരുപാട് സന്തോഷമുണ്ട്. അത്ര യാത്രയാണ് നമ്മൾ ചെയ്തത്. അതിപ്പോൾ ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ചരിത്ര താളുകളിൽ ഒന്ന് കുറിച്ചു, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇട്ടു എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട്. തീർച്ചയായും. അതോടെ ഈ ഷോ ഏറ്റെടുത്ത നമ്മുടെ പ്രേക്ഷകർ, അവർക്കും നമ്മൾ ഈ അവാർഡ് സമ്മാനിക്കുകയാണ്. എന്താ തോന്നുന്നത്? നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടുക, നമുക്ക് നേരത്തെയൊക്കെ ഈ ഫ്ലോറിൽ മൊത്തം ഒരു പ്രോഗ്രാമിന് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടെ കളിച്ചിരുന്ന ടീമുകളിലെ ആർട്ടിസ്റ്റുകൾക്ക് വേറെ വിധത്തിൽ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബാസിക്കൊക്കെ സിനിമയിലായിട്ടും ഡബ്ബിങ്ങിനായിട്ടും. അപ്പം തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം ഈ ഫ്ലോറിൻ്റെ ആർട്ടിസ്റ്റുകളാണല്ലോ അവർ. അപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ നമുക്ക് അവാർഡ് കിട്ടാറില്ല. നമുക്ക് അതിന് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ നയിക്കുന്ന ഒരു പരിപാടിക്ക് പ്രോഗ്രാമിന് സംസ്ഥാന അവാർഡ് കിട്ടുക, അഭിനയിക്കുന്നവർക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മധുരം ഇരട്ടി മധുരമാണ്, അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിനെ ഇങ്ങോട്ട് വിളിക്കാം, അല്ലേ? ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ വൈഫായിട്ടുള്ള ഉഷ മാഡം, അതായത് മാഡം നമ്മുടെ ഇവിടുത്തെ ചീഫ് മാനേജർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ ഉഷ മാഡത്തിനെയും അർജുൻ ചേട്ടനെയും ഒരുമിച്ച് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ പുള്ളി, ഷോ ഡയറക്ടർ. കൺഗ്രാജുലേഷൻ. ഇതാണ് ഞങ്ങളുടെ ഉഷ ചേച്ചി, ഞങ്ങളുടെ എല്ലാമായ ഉഷ മാം. ഞങ്ങളൊരു ആർട്ടിസ്റ്റ് ഒരു നാരങ്ങ വെള്ളം കുടിച്ചില്ലെങ്കിൽ അപ്പം തന്നെ കൊടുക്കുന്ന നാരങ്ങ വെള്ളം എന്ന് ധൈര്യസമേതം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ചാർജാക്കുന്ന ഉഷ ചേച്ചി. ശരിക്കും ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഏത് TV ചാനലിലെ കോമഡി പ്രോഗ്രാം എടുത്താലും ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 നമ്മുടെ കോമഡി ഐറ്റം വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതും. ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ് നമ്മുടെ അർജുൻ ഈ പ്രോഗ്രാമിനെ ഇത്രയും വലിയ ഒരു ടോപ്പ് ഇതിലേക്ക് എത്തിച്ചത്. ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് വേൾഡ് വൈഡ് എല്ലാവരും ഫേമസ് ആയി കഴിഞ്ഞു. ഇതിലെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും, അവർക്ക് നന്നായിട്ട് പ്രോഗ്രാം കിട്ടുന്നുണ്ട്. നമ്മുടെ സിനിമ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് നന്ദി പറയേണ്ടത് അർജുനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ക്രൂ എന്ന് പറഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തിലായാൽ പോലും, ഇപ്പോൾ ഒരു ഇവൻ്റൊക്കെ തന്നെ ആയാലും തലേ ദിവസം വരെ തന്നെ ഒന്നും ശരിയായിട്ടില്ലായിരിക്കും. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലെത്തിക്കും. അത്ര മികച്ച ക്രൂവിനെയാണ് നമ്മുടെ ഫ്ലവേഴ്സിന് കിട്ടിയേക്കുന്നത്. ഈ കോമഡി ഇതിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓരോരുത്തരുടെയൊക്കെ ഈ ഗ്രൂം ചെയ്തെടുക്കുന്നതും അവരുടെ മേക്കപ്പ് ചെയ്യുന്നതും. അപ്പം ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, ഇത് ആരാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്തെടുത്തത് വെച്ചതെന്ന്. അപ്പോൾ പറയും ഇങ്ങനെ അവരുടെ രാജേഷ്, അവരുടെ എല്ലാവരുടെ പേര് പറയും. അപ്പം അവിടെ തൊട്ട് തന്നെ തുടങ്ങണം ഈ പ്രോഗ്രാമിൻ്റെ വിജയം. പിന്നെ നമ്മുടെ ക്യാമറ ക്രൂ പറയേണ്ടതില്ല. അവർ 24 മണിക്കൂർ 48 മണിക്കൂറാക്കി വർക്ക് ചെയ്യുന്നവരാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവർക്കെല്ലാം, നമ്മളുടെ എല്ലാ സ്റ്റാഫിനും, ആരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ആത്മാർത്ഥതയോടെയാണ് അവർ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ അർജുൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത്രയും പ്രോഗ്രാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തതിലും ഇത്രയും വിജയം ആക്കിയതിലും ഫ്ലവേഴ്സിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇനിയും അർജുൻ ഈ പ്രോഗ്രാം വലുതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തു നിന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നതായിരിക്കും.
ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ല. പറഞ്ഞു വരുന്നു ജഡ്ജസ് അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പ്രിയപ്പെട്ട പ്രജോദ്, ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള പ്രജോദ്, പിന്നെ നമ്മുടെ നസീർ ജി, ബിജുക്കുട്ടൻ, എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ അങ്ങനെ പറയുന്നില്ലെങ്കിലും പേഴ്സണലി ആയാലും നമ്മുടെ ഒഫീഷ്യലി ആയാലും ഇത്രയും വലിയ ആത്മാർത്ഥതയും സ്നേഹവും ഈ ആർട്ടിസ്റ്റിനെല്ലാം നല്ല സ്നേഹത്തോടുള്ള അഡ്വൈസ് കൊടുക്കുന്നതും എല്ലാം വളരെ നല്ലത് തന്നെ. ഇനിയും തുടരട്ടെ. അർജുൻ ചേട്ടാ, ഞാൻ അധികം സംസാരിക്കാൻ എനിക്കങ്ങനെ അറിയില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഞാൻ പറയേണ്ട എല്ലാ വിഷയവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.